ഹലോ, ഞാൻ MC. എന്നെ അറിയാവോ? എനിക്കറിയാം, ആർക്കും എന്നെ അറിയില്ലെന്ന്. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ലെറ്റ്സ് പ്ലേ പാർട്ട് 2 ആയിട്ട്. അപ്പോൾ കഴിഞ്ഞ ലെറ്റ്സ് പ്ലേ വീഡിയോക്കകത്ത് നമ്മൾ എന്തോ ചെയ്തേ പറ, എനിക്കറിയില്ല. അതായത് കഴിഞ്ഞ ലെറ്റ്സ് പ്ലേ നമ്മൾ വില്ലേജ് കണ്ടുപിടിച്ചു. 2 പ്രാവശ്യം തന്നെയാണ് നമ്മളെന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം ഒരാളൊക്കെ ഇനി മുതൽ ഒരു പ്രാവശ്യം വരത്തുള്ളൂ. അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഈ വില്ലേജ് കണ്ടുപിടിച്ചു. അവിടെ എവിടെയാണ്ടോട്ടില്ല വില്ലേജ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നമ്മുടെ ഇവിടെ നമ്മൾ എന്തു പറയുന്ന ഒരു ബേസ് സെറ്റായിട്ടുണ്ട്. റെൻഡസസ് ഇത്തിരി കൂട്ടാം പറയാൻ കഴിയും. അതെ കണ്ട, അവിടെ വില്ലേജ് ഉണ്ട്, സുന്ദരമായ വില്ലേജ്. അപ്പം ഞാൻ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടുപിടിച്ച് നമ്മുടെ വീടുണ്ടാക്കാനുള്ള സ്ഥലം ഇത്. ഇവിടെ ഫുള്ള് നമ്മൾ ഏരിയ ക്ലീൻ ചെയ്തൊരു വലിയൊരു പരിസരം, വലിയൊരു കൊട്ടാരം കണക്ക് പണിയാനാണ് എൻ്റെ ഒരു ആഗ്രഹം. എനിക്കറിയില്ല, കൊട്ടാരം കണക്ക് വീട് പണിയുന്നതിന് മുമ്പ് ഞാനൊരു സ്റ്റാർട്ടപ്പ് ബേസ് പണി ചെയ്യും. ഇവിടെ കൊട്ടാരം മാറി എവിടെയെങ്കിലും പണി ചെയ്യാം. ആ കൊട്ടാരം പണി ചെയ്യും. അവിടെ ഉണ്ടെങ്കിലും കൊട്ടാരം അത് തന്നെ കൊട്ടാരം. നമ്മളെ സ്റ്റാർട്ടപ്പ് ബേസ് ഇവിടെ വരും, അത് പൊട്ടിക്കാതെ വെക്കും. അപ്പം നമ്മുടെ സ്റ്റാർട്ടപ്പ് ബേസ് പണി ഇത്തിരി ക്ലീനൊക്കെ ചെയ്ത് ഏരിയ ശകലം ക്ലീൻ ചെയ്തത് അധികമൊന്നുമില്ല. സ്റ്റാർട്ടപ്പ് ബേസില്ലേ അത് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി ഇവിടെ വുഡൊക്കെ സെറ്റാക്കി ഇങ്ങനെ ഇറങ്ങുന്ന രീതി അങ്ങോട്ട്. ഇവിടെ കുറച്ച് മൈനൊക്കെ ചെയ്ത് സെറ്റാക്കണം, സെറ്റാക്കാം നമുക്ക്. അപ്പം വീഡിയോക്ക് ഇതുവരെയായിട്ട് ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ വെരി ക്ലോസ് ആണ് 13K. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമ്മുടെ 13K എടുപ്പിക്കുക അപേക്ഷയാണ് കേസ്. അപ്പം നമ്മൾ ഇന്ന് ഞാൻ എന്തോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞില്ല. അത് തന്നെ ബ്രീഡർ ഫാം സെറ്റാക്കാൻ പോവാണ്. അവിടെ മൈൻ ചെയ്ത് ആ മരം ഈ മരം അതിൻ്റെ അപ്പുറമുള്ള മരം ആ മരം എല്ലാം മൈൻ ചെയ്തിട്ട് നമുക്കൊരു വീട് തന്നെ അവിടെ പണിയാൻ. വീടല്ല, എന്താ പറയുന്നത് ബ്രീഡർ ഫാം. എന്നിട്ട് ഫാം നമ്മുടെ വീടിൻ്റെ ഇവിടെയോ അവിടെയോ വല്ല പണി ചെയ്യാം. 4 എണ്ണം ഒരുമിച്ച്. നമ്മുടെ സൂര്യൻ ചേട്ടൻ തറയിലോട്ട് പോവാണ്, അതായത് സൺ ചേട്ടൻ ഉറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ഉറങ്ങേണ്ടി വരും. നമ്മളിന്ന് മൈനിന് ഓടി വരും. അതിന് തന്നെ അയൺ ഉണ്ടെങ്കിൽ വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കണം. വാട്ടർ ബക്കറ്റ് വേണം ഈ ബ്രീഡർ ഫാമിന്. അപ്പോൾ വാട്ടർ ബക്കറ്റും ഒപ്പിക്കേണ്ടി വരും. വാട്ടർ ബക്കറ്റ് നമുക്ക് അപ്പുറത്തെ വില്ലേജിൽ അയൻകുളത്തിലൊക്കെ വാട്ടർ ബക്കറ്റ് ഒപ്പിക്കാം. ബട്ട് ഒന്ന് ആലോചിക്കുക, അവിടുത്തെ അയൻകുളത്ത് നമുക്ക് അയൺ കിട്ടത്തുള്ളൂ. പാവം അയൻകുളം ചത്തു. വില്ലേജർമാരുടെയൊക്കെ ഒരു എന്താ പറയുന്ന ഒരു കാവൽക്കാരൻ നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ മൈൻ ചെയ്ത് പോയിടും. അത് തന്നെ മൈൻ ചെയ്യും. ഞാനെപ്പോലെ നല്ലവനായെന്നറിയൂല. ഞാൻ ഇപ്പോൾ നല്ലവനായി. ഇപ്പോൾ ഒരു മോബിനെ പോയി ഞാൻ കൊന്നില്ലേ. ഇപ്പം ഞാൻ വരുന്ന വൈകി ഒരു പന്നിനെ മാത്രമേ ഒന്നുള്ളൂ, വേറെ ആരും കൊന്നില്ല. ഓക്കെ, നമ്മൾ ഉറങ്ങി. അത് നമുക്ക് 3 അയണാണ് വേണ്ടത്. നമുക്കൊരു ആക്സ് ഉണ്ടാക്കാം. സ്റ്റോണിൻ്റെ ഒരു ആക്സ്. ബാക്കി നമ്മുടെ ചെസ്റ്റിനകത്ത് വെച്ചേക്കാം. യെസ്, ചെസ്റ്റിൻ്റെ അകത്ത് പൊടായി. ടൈമാണ് ഹേവിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യടാ. ഞാൻ പ്രോയായി. ഇത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ പിടിച്ച കാര്യം. തിന്നലല്ലേ നമ്മൾ പരിപാടി. അപ്പം ലെഫ്റ്റ് ഹാൻഡിൽ വേണം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ശകലം കോളി ഞാൻ മൈൻഡ് ചെയ്യുക. ഈ കോളിച്ച് ടോർച്ച് ഉണ്ടാക്കിയിട്ട് നമുക്ക് കേവിലോട്ട് പോവാം. ഇവിടെ ശകലം കോളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, ഇഷ്ടംപോലെ കോളുണ്ട്. ചായക്കുന്നതിനപ്പുറം കോൾ ഇവിടെ ഉണ്ടറാ. ഇങ്ങോട്ട് ഒരു കേവില്ലേ, ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ ഒരു അയൻ കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കണം. ഗൈസ്, ഞാൻ എനിക്ക് പറയുന്നത് പോലെ പറയാവാ. നിങ്ങൾ പെൻസിൽ പറ. പെൻസിൽ പറ. പെൻസിൽ എന്ന് പറ 2 പ്രാവശ്യം. പെൻസിൽ എന്ന് പറ. നിങ്ങളുടെ കല്യാണം ക്യാൻസൽ. തമാശയൊക്കെ വിടുക ഗൈസ്, തമാശയൊക്കെ. കോള് കിട്ടിയില്ലേ? നമുക്ക് അവിടുത്തെ കേവി ഇറങ്ങി നോക്കാം. അതെ, ആ കാണുന്ന കേവിൽ 10 സ്റ്റാക്ക് ആണെന്ന് കാണുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അവിടെ തന്നെ ഇഷ്ടംപോലെ കോളിരിപ്പുണ്ട്. വേറെ കാണും. വാ അങ്ങോട്ട് പോവാം. ഞാനൊരു മോഡുണ്ട്, അതിൻ്റെ അടുത്തും വെട്ടം കിട്ടണമെന്നാണ്. ബട്ട് വെട്ടം എനിക്ക് കിട്ടുന്ന പോലെ തോന്നുന്നില്ല. മോഡ് ഫെയിലായോ? ചത്തൈ ജീവനോടുണ്ട്. മോഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ തൽക്കാലം അതിൻ്റെ അകത്ത് പോയി നോക്കുമ്പോൾ ആണ് മോഡ് വർക്കാവുന്നുണ്ടോ ഇല്ലയോ ഒന്ന് എന്തൊക്കെ അത് നോക്കണം. മോഡ് വർക്കാവുന്നുണ്ട്. ബട്ട് അത്രയും ലൈറ്റിങ് ഞാൻ വിടാത്ത അത്രയും ലൈറ്റിങ് അല്ല
അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ വിചാരിച്ചത്ര എന്തായാലും കിട്ടുന്നില്ല. മറ്റേ കിറ്റിന് കൂടുന്ന രീതി നമുക്ക് വെക്കാം. ഇവിടെ അയവലുണ്ടോ ഈ എൻ്റെ കിടക്കുന്നത് ഞാൻ പറഞ്ഞേ MC ഞാൻ പറഞ്ഞാണ് എവിടെയെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ കിട്ടിയിരിക്കും. ഇങ്ങനെ എൻ്റെ പ്രോ സ്കില്ലുകൾ ഉപയോഗിച്ച് എൻ്റെ പാർക്കോർ സ്കില്ല് ഉപയോഗിച്ച് ഞാൻ പറയാം എൻ്റെ പാർക്കോർ സ്കില്ല് ഉപയോഗിച്ച് ഞാൻ ചെയ്യും. കണ്ട അത്രേ ഉള്ളൂ. ഇങ്ങനെ എന്താ കറക്റ്റ് 3 ഉണ്ടെങ്കിൽ 4 ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ വല്ലതും ഉണ്ടാക്കാം. ഷെയർ അതുണ്ടാക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതും ഉണ്ടാക്കാം. എന്താ പറയുന്നത് വുൾഫാം. പിന്നെ 2 ഒരുമിച്ചുണ്ടാവും. ഒറ്റയടിക്ക് 2 പക്ഷി. ഈ കോളി ഞാൻ എടുത്തേക്കാം. 2ാമത് പറയണ്ടല്ലോ. നമുക്ക് എന്തായാലും ആവശ്യമുള്ള സാധനമായിട്ടുണ്ട്. ചൂടാക്കാൻ വെക്കാം. എന്തെങ്കിലും ഐറ്റം വല്ലതും ഉണ്ടെങ്കിൽ ഈ കോളി ചൂടാക്കാൻ ഉപയോഗിക്കാം. ആ കോപ്പർ എടുക്കുവാണെങ്കിൽ നമുക്ക് കോപ്പർ ആർമർ ആവായിരുന്നു. ആ കോപ്പർ എടുത്തൊക്കെ എന്തായാലും വന്നേല്ല. കോപ്പർ ആർമർ വെരി ഗുഡ് സാധനം. 20% ഉള്ളു എൻ്റെ ബാറ്ററി. ഒരു 30 കോപ്പർ കിട്ടിയാൽ നമ്മുടെ ടൂൾസും കാര്യങ്ങളും പിന്നെ ആർമറും കാര്യങ്ങളുമായി ഇത്ര മൈൻഡ് ചെയ്ത് 17 അത്യാവശ്യം ആർമറിനുള്ളുണ്ട്. അതിലും ആർമർ ആവണം. ആർമർ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി സേഫ്റ്റി പ്രൊട്ടക്ഷൻ എല്ലാം കാണും. നമുക്ക് ലീഡ് വേണം. വില്ലേജറിനെ വിളിച്ചുകൊണ്ട് പോകും. അല്ലെങ്കിൽ നമ്മൾ കൈവച്ച് കൊണ്ടുപോകേണ്ടി വരും. നമ്മുടെ ബോട്ട് ഇരിച്ച് അങ്ങനെ കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെയെങ്കിൽ അങ്ങനെയും കൊണ്ടുപോകാം. എന്തിനീ പേടിക്കുന്നേ? മൈൻക്രാഫ്റ്റ് പുതിയ റെസിപ്പി ആ റെസിപ്പി വെച്ച് ഉണ്ടാക്കിയാലും മതി. അതിന് ചിലതിനെ കൊല്ലണം. രാത്രി ഇരുന്ന് ചിലതിന് നമുക്ക് 6 സ്റ്റോണേ ഉള്ളൂ. ഇത്തിരി കൂടെ സ്റ്റോൺ വേണം ഫർണിസ് ഉണ്ടാകാൻ. അപ്പോൾ ഇവിടെ നിന്ന് ഇത്തിരി സ്റ്റോൺ മൈൻ ചെയ്യാം. ഇത്ര സ്റ്റോൺ മതിയാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ, നമുക്കിനി പോയി ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് വെള്ളം എടുക്കണം. വെള്ളം വില്ലേജിൽ നിന്ന് കിട്ടും. പിന്നെ സീഡ് എന്തെങ്കിലും എടുക്കേണ്ടി വരും വില്ലേജർമാരെ ബ്രീഡാവാൻ. അയ്യോ, വുഡ് വെച്ച് ചെയ്താടാ പൊട്ടൻ്റെ കാര്യം. ഇങ്ങനെ ഫർണിസ് റെഡി. ഓക്കെ, ഈ ഫർണിസ് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചൂടാക്കാൻ വെക്കാം. എന്തായാലും നമ്മൾ വെള്ളം എടുക്കാൻ പോകുമ്പോൾ അവിടെ പോയി വെള്ളവും കൂടെ എടുത്തേക്കാം. നമുക്ക് 4 അയണേ കിട്ടിയുള്ളൂ. സാഡ്ലി നമുക്കിനി മറ്റേ എന്താ പറയുന്നത് മറന്ന വിഷയം ഉണ്ടാക്കാൻ കഴിയൂല. അപ്പം ഞാൻ വീണ്ടും പറയുവാണ് ഒരു കാര്യം. നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടില്ല അല്ലേ? ഇപ്പോൾ തന്നെ അടിയടാ പട്ടി ലൈക്ക്. ഒരു ലൈക്ക് അടിച്ചെന്ന് പറഞ്ഞ് എന്ത് പോവാനാണ്? എന്ത് പോവാടാ പറ. ലൈക്ക് അടിച്ചത് പറഞ്ഞ് എന്ത് പോവും? കൈവനെ എടുക്കുവോ? ഇല്ല. അങ്ങോട്ട് ലൈക്ക് അടിച്ച് കയ്യൊക്കെ അനങ്ങട്ടെ വെറുതെ ഇരുന്ന്. 4 അയൺ സ്മെൽട്ടായി. അതിലൊരയൺ നമുക്ക് ഷീൽഡ് ഉണ്ടാക്കാം. പിന്നെ ഒരിക്കൽ അപ്പം ഇത് നമ്മുടെ ഇതിനകത്തോട്ട് വെച്ചേക്കാം. ബാക്കി അയൺ എടുക്കുക. നമ്മുടെ വാട്ടർ ബക്കറ്റ് ക്രാഫ്റ്റ് ചെയ്യുക. എൻ്റെ ആ വാട്ടർ ബക്കറ്റും കൊണ്ട് നമ്മൾ പോവുക. എങ്ങോട്ടോ? അപ്പോൾ വില്ലേജിലോട്ട് പോകാം. എന്നിട്ട് അവിടുന്ന് കുറച്ച് ക്യാരറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതും എടുക്കാം. പക്ഷേ പെട്ടെന്ന് അങ്ങോട്ടെല്ലാം വില്ലേജ് എൻ്റെ ഹേവിൽ. ഇനി എനിക്ക് ഈ ഹേവിൽ ബ്രെഡാക്കാം. കൈയും എൻ്റെ ഈ വാട്ടർ ബക്കറ്റ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇടക്കിടക്ക് ഞാൻ മൂവ് ആവും. അത് എൻ്റെ കീബോർഡിൻ്റെ പ്രശ്നം. ഞാൻ നിൽക്കുന്നുണ്ട്, വീടിന് പ്ലേസ് ആവുന്നില്ല. വേണ്ട, ഇടക്കിടക്ക് ഞാൻ പ്രോയും ആവും. എൻ്റെ ഉള്ളിൽ ഡ്രീമിൻ്റെ പവർ വരും പോകും. എന്ത് പറയാനാ? നമുക്ക് ജെറേറ്ററുടെ വീട് കൊട്ടാരം വേണമെങ്കിലും ഉണ്ടാക്കാം. കാര്യം ജെറേറ്ററുടെ കുറേ സൈന്യങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ക്യാരറ്റ് ഉണ്ട്. ഇവിടെ ക്യാരറ്റ് എൻ്റെ ഊഹം അനുസരിച്ച് ഇവിടെ ക്യാരറ്റ് ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ട് ഇത് ക്യാരറ്റ്. അവൻ്റെ ഫാമിക്ക് നമ്മൾ നിരങ്ങി ഗൈസ്. നമ്മൾ വാട്ടർ ബക്കറ്റ് കൊണ്ടൊന്നുമില്ല. അതവിടെ അതായിട്ട് ലാസ്റ്റ് അല്ലേ 9. നമ്മളിത് ഇവിടെ കുളമുണ്ട് ഗൈസ്. കുളത്തിൽ നിന്ന് വെള്ളം എടുക്കാം വേണമെങ്കിൽ. അല്ലെങ്കിൽ അപ്പുറത്തെ കുളത്തിൽ നിന്ന് വെള്ളം എടുക്കാം. ഇവിടെ ഇഷ്ടംപോലെ കുളമുണ്ട്. ക്യാരറ്റ് ഇവിടെ ഇത് ക്യാരറ്റ് അല്ലേ? അല്ല, പൊട്ടാറ്റോ ജസ്റ്റ് ഇരിക്കുന്നത്. ഫുഡ് ഐറ്റം. ഞാൻ സന്തുഷ്ടനായി. രാജാവ് പറയില്ല ഫുഡ് കൊണ്ട് നോക്കുമ്പോൾ ഞാൻ സന്തുഷ്ടനായി. അതേപോലെ ഞാനും പറയാം ഞാൻ സന്തുഷ്ടനായി. ഇതെൻ്റെ വീട്.
അവനാണ്ട് അപ്പൂപ്പൻ്റെ വീടാന്ന് പറഞ്ഞ് നടക്കുന്നത്. ഇതെൻ്റെ വീടാ, ഞാനല്ല നിൻ്റെ അപ്പൂപ്പൻ. ഞാൻ ഓൾറെഡി പറഞ്ഞിരിക്കുക. എന്നെ എടുത്ത് അവൻ അപ്പൂപ്പനാകും. ഓക്കെ, നമ്മുടെ ഈ ബ്രെഡ് കൈ പിടിച്ച് ഒരു സ്റ്റാക്ക് എങ്ങനെ ഉണ്ടാക്കിയേക്കാം. ഏയ് അന്നെ ഞാൻ MC ഓട്ടോഗ്രാഫറുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും യൂട്യൂബറിൻ്റെ വില അറിയില്ല ഗൈസ്. എടുത്തോടാ എൻ്റെ 2 കോടിയുടെ ബെഡ്. നമുക്കിത് അവിടെ ഞാൻ പറഞ്ഞില്ലേ, ആ സ്ഥലത്തായിട്ടാണ് നമ്മുടെ വീട് വരാൻ പോകുന്നത്. അവിടെ ഇത്തിരി വീടല്ല സോറി, നമ്മുടെ എന്ത് പറയുന്നത് ഇത്. അപ്പോൾ അവിടെയുള്ള എല്ലാ മരവും ഇങ്ങനെ വെട്ടിയെടുക്കണം. ഈ ഫസ്റ്റ് ഈമരി ഇങ്ങനെ വെട്ടി ക്ലീനാക്കി എടുക്കണം. എന്നിട്ട് അവിടെ ഉണ്ടാക്കും. അപ്പോൾ നേരെ അങ്ങോട്ട് പോകും. തൊട്ടടുത്ത് കേവ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്രീഡർ ഫാം വരുന്നേക്ക് ഈ കേവ് മൈൻഡ് ചെയ്താൽ മതി. ഈ കേവ് നമ്മൾ ഫുള്ള്, അതായത് ഈ വീഡിയോയ്ക്ക് 16 ലൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 2 കമൻറ്റ് വേണം. ഈ 2 കമൻറ്റ് ഇങ്ങനത്തെ കമൻറ്റ് ആവണം. കേവ് എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞ് അങ്ങനെ 2 കമൻറ്റ് വരുവാണെങ്കിൽ ഈ കേവ് നമ്മൾ ഫുള്ള് നോക്കുന്നതാണ്. ഈ കേവിന് ഇടവഴിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് അവിടെ ഉണ്ട്. അപ്പോൾ കേവ് എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞ് 2 കമൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ എക്സ്പ്ലോറേഷൻ ചെയ്യും. കൂടെ തന്നെ 16 ലൈക്കും വേണം. എന്നാലേ ഞാൻ എക്സ്പ്ലോറേഷൻ ചെയ്തു. കൈക്കൂലി ഇവിടെ ഈ കേവ് എല്ലാം എക്സ്പ്ലോർ ഞാൻ ചെയ്തിരിക്കും. 3ാമത്തെ എപ്പിസോഡ് കേവ് എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞിടും. അയ്യോ, നമ്മൾ കോപ്പർ ചൂടാക്കായിട്ടില്ലേ? അത് ചൂടാക്കിട്ടിട്ട് വരാം. ഓക്കെ, നമ്മുടെ ഇതിനകത്ത് കോപ്പർ കൊണ്ട് തട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി പോയിട്ട് വരാം. നമുക്ക് 2ാമത് ഞാൻ ഇങ്ങോട്ട് വരേണ്ടി വരും ഉറപ്പാണ്. ഓക്കെ, ഈ മരമാണ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത്. 18 ആക്സ് ഉണ്ട്. ആക്സ് എടുത്ത് ഈ മരം ഇത്തിരി മരമൊക്കെ വെട്ടിയിട്ട് ഈ ഒരു ലെവലിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം മരം വെട്ടൽ പണി തുടങ്ങിക്കോയി. നിങ്ങളിത് ഇത്രയും കഷ്ടപ്പെട്ട് കാണണ്ട. ഞാൻ നിങ്ങൾക്ക് കൂടി റീപ്ലേ മോഡ് ഇട്ട് തരാം. അപ്പം റീപ്ലേ മോഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ റെക്കോർഡർ ഓഫ് ആക്കിയിട്ട് ഈ മരം വെട്ടാം. നിങ്ങളിതിരുന്ന് കാണും. നമ്മളങ്ങനെ ഏരിയ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ബ്രീഡർ ഫാം ഉണ്ടാക്കണം. ചാർജ് കുറവ്. എപ്പോൾ ഫോൺ എടുത്താലും എൻ്റെ ചാർജ് എന്താണ് എത്രയും കുറവ്? കേസ് കൊടുക്കും ഞാൻ. ഗൈസ്, എൻ്റെ അടുത്ത് അനിയത്തി ഇരിപ്പുണ്ട്. വല്ല സൗണ്ട് കേട്ടാ എന്നെ ഒന്നും പറയില്ല. അവൾ അടക്കിരുന്ന് പട്ടീനെ പോലെ കുറയ്ക്കുന്നതാണ്. കുറച്ചാണിച്ചു കൊടുത്തേ ഉണ്ടാ, പട്ടീനെ പോലെ കുറച്ചുണ്ടാ. ഞാൻ നോമ്പ് പിടിക്കില്ല, ഇവിടെ നോമ്പ് പിടിക്കും. എന്തിനാന്നറിയില്ല. നോമ്പ് പിടിച്ച് എന്ത് കിട്ടുന്നറിയില്ല. ഈ നോമ്പ് പിടിച്ചിട്ട് അത്രയും കൂലി കിട്ടും അതുപോലും അറിയില്ല. അതാ പറഞ്ഞ മദർസ നല്ലപോലെ പഠിക്കണമെന്ന് വായി നോക്കി ഇരുന്നിട്ടിട്ട് എന്താന്നാ. ഓക്കെ, നമുക്കിവിടെ വീട് പണിയാം. നമ്മുടെ ഫാം പണിയാം. അപ്പം അതിനായിട്ട് നമുക്ക് കുറച്ച് സ്റ്റോൺസൊക്കെ സ്മെൽറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് കുറച്ച് സ്റ്റോണൊക്കെ മൈൻ ചെയ്യേണ്ടി വരും. എനിക്കറിയാവോ, ഞാൻ ഇന്നലെ ഇവരെ തോപ്പിച്ച് ഡ്രീമിനെ. അതാരാത് ചോദിക്കില്ലേ? ഈ കൊച്ച് നന്നായിട്ട് റോസ്റ്റ് ചെയ്യും. എവിടുന്നാ ഈ പഠിക്കുന്നതെന്ന് അറിയില്ല. ക്ലാസ്സിൽ ടീച്ചർമാർ റോസ്റ്റിംഗാ പഠിപ്പിക്കുന്നല്ലേ? ഇങ്ങനെ മത്തി റോസ്റ്റ് ചെയ്യണം. ഇങ്ങനെ ഞാനും വരട്ടെ, ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കാം. ഒറ്റയ്ക്കൊന്ന് വിശക്കുമ്പോ തിന്നാം. നമ്മൾ ഉണ്ടാക്കിയാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. എന്നാ ഞാൻ ഇന്നോളാം, നീ ഉണ്ടായിക്കോ തൽക്കാലം. കോപ്പറിന്റെ ചെസ്റ്റ് പ്ലേറ്റും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. മര്യാദക്കല്ല വളരെ. ഞാൻ കോപ്പറിന്റെ ചെസ്റ്റ് പ്ലേറ്റ് ഇട്ടിട്ടുണ്ട്. ഈ കൊച്ചിന്റെ കാര്യം ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് ഞാൻ കുറയ്ക്കുന്നത് പട്ടി ഇറങ്ങില്ല. അത് ഈ പട്ടിയാ. ഈ പട്ടിയുടെ പേരെന്ന് പറഞ്ഞു കൊടുത്തേ. അതെങ്ങനെയാ? പട്ടിക്ക് പേരിട്ടിട്ടില്ല. അയ്യോ, ബെഡ് അവിടെ കൊണ്ടിട്ട് വന്ന്. അയ്യോ, ഈ കുട്ടപ്പൻ അറിയാവാ? നിന്റെ പേരെന്തുവാ? അല്ല, കറുത്ത കുട്ടൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്. കൊച്ചു റോസ്റ്ററായി. അത് ശരിപ്പെന്ന് ഞാൻ പറയൂല. അതിന് ഞങ്ങൾ പറയും വെളുത്ത കുട്ടൻ.
നീ പൊട്ടനായതുകൊണ്ട് നീ പറയും. ഞാൻ ഇനി മിണ്ടുന്നില്ല. അത്രയും നല്ലതാ അവർക്ക്. എന്തിനാ ഇടക്ക് മോന്ത് കാണിക്കുന്നു? അവരെ മടുത്ത്. നീ നിന്റെ വീട്ടിൽ പോയിരുന്നൂടേടി? നീ സൈക്കിൾ ഓട്ടാൻ വിളിച്ചിട്ട് വന്നില്ലല്ലോ. നീ അറിഞ്ഞ സൈക്കിളോട്ട് നിനക്ക് കൊറോണ പിടിക്കും. അപ്പൊ ഷാഹിദ് നാളെ മുതൽ സൈക്കിൾ എടുക്കുന്നതല്ല. ഞാൻ പലതും പറയും, കൊറോണ ഒന്നും പിടിക്കൂല. ഷാഹിദിന്റെ കല്യാണം. എന്റെ കല്യാണമൊന്നല്ല കൊച്ചേ, പട്ടി കൊച്ചി ാണ് നിങ്ങള്. കൈസ് മൈൻഡ് ചെയ്യണ്ട കൈസ്. ഇവൾമാരി ഇല്ലാത്ത കല്യാണം വരെ നിങ്ങൾ ഉണ്ടാക്കി, ഇല്ലാത്ത കല്യാണം വരെ ഇവന്മാര് നിർമ്മിച്ചേ. നിങ്ങൾ അറിഞ്ഞോ ഷാഹിദിന്റെ കല്യാണം? ആമിന ലവ് മുഹമ്മദ് ഷാ. എന്റെ ആരെങ്കിലും വന്ന് കൊന്നോളൂ. ഞാൻ കൊല്ലാം. എങ്ങനെ കൊല്ലണം? വൈറ്റെടുത്ത് വിട്ടാണ്. നിങ്ങൾ കൊല്ലണ്ട, കാലം വന്ന് കൊന്നോളൂ. കാലം വരുത്തുന്നില്ല. ഗെയിം കളി കാലനിറങ്ങി ഓടും. നിങ്ങൾ തിരാടി എന്നെ ചുമ്മാ റോസ്റ്റ് ചെയ്യുന്നേ. നിന്നെ വിളിച്ചിട്ട് വന്നില്ല നിന്റെ ദേഷ്യം. എന്നാ ഞാൻ ഇനി വരുത്തില്ല ഒരിക്കലും. ഒരു കാര്യം പറയട്ടെ, സബ്സ്ക്രൈബിന്റെ സ്പെല്ലിംഗ് അറിയണം. എനിക്കറിയാം സബ്സ്ക്രൈബിന്റെ സ്പെല്ലിങ്. ഇന്ന് പറയത്തില്ല, അടുത്ത വർഷം പറയാം. ഞാൻ അടുത്ത വർഷം പഠിക്കും. എനിക്ക് നാളെയോ വല്ലതും പഠിച്ചിട്ട് ഞാനിപ്പൊ തന്നെ പറയാം എന്ന് പറയും. കൊച്ചിന്റെ കാര്യം. അപ്പൊ നമുക്ക് അവിടെയാണ് ഉണ്ടാക്കട്ടെ. അപ്പൊ ഇത്തിരി സ്റ്റോണും കാര്യങ്ങളും വേണം. അപ്പൊ ഇത് ഇവിടെ സ്മെൽറ്റ് ചെയ്ത സ്റ്റോൺ വേണം. അപ്പൊ തൽക്കാലം എൻ്റെ ഉള്ള ഈ 4 സ്റ്റോൺ കുക്ക് ചെയ്യാനിട്ടിട്ട് എൻ്റെ കയ്യിലുള്ള പിക്കാഷ് അങ്ങോട്ട് എടുത്തിട്ട് ഈ കാണുന്ന മൗണ്ടന്റെ സൈഡിൽ ഇങ്ങനെ കുത്തി വറക്കാം. ഓ മോജാങ് നല്ലതാ. ഇപ്പൊ 10 കിട്ടും കേട്ടാ. ഞാൻ പറയില്ലേ മോജാങ് നല്ല കുട്ടിയായി. പിന്നെ പറയും ആ 10 തരൂ. മോജാങ്ങേ നീ എപ്പോഴാണ് നല്ലവനായേ? നോമ്പായി. അപ്പൊ നമുക്ക് അവിടുന്ന് 6 കിട്ടി. ഓക്കെ, ഇത്രയും എന്താ പറയുന്നത് സ്റ്റോണും കൊണ്ടുപോയി നമുക്ക് ഇവിടെ കൊണ്ട് സ്മെൽറ്റ് ചെയ്യാനിടാം. ചടി എന്നും പറഞ്ഞ്. ആൻഡ് ഈ സ്റ്റോൺ ഇതാവണം. അപ്പൊ ഇതാവുന്ന വരെ നമുക്ക് ഇവിടുന്ന് ഒരു പാട്ട് പാടാം. ഞാൻ പാട്ട് പാടാം. കക്കച്ചിപ്പെണ്ണിന്റെ കല്യാണം ഏ ഏ ഏ ഏ ഏ. വേറെ പാട്ട് പാടാം. കൂറിന്റെ കല്യാണം ഏ ഏ ഏ ഏ. കല്യാണം കഴിഞ്ഞ് 2-3 മക്കളും ഉണ്ട്. ഞാത്ത് ഒരെണ്ണത്തിനെ കൊടുത്ത് ഒരെണ്ണയിപ്പരും വേണ്ടവരെ ചോദിച്ചു വന്നാൽ ചപ്പക്കുത്തി അടിച്ച് കിട്ടിക്കും. ഈ കൊച്ചിനെപ്പോ വീടെടുക്കാൻ കൊണ്ടുവന്നാൽ ഇരുത്തിക്കഴിഞ്ഞതാ പ്രശ്നം. ഇർഫാൻ കുട്ടൻ നമ്മുടെ പഴയ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. ഇന്ന് എല്ലാരും എന്റെ വീട്ടിൽ തന്നെ വരുന്നത്. ഞാൻ ഫേമസ് ആയ ഫേമസ് അല്ല. ആമിനാന്റെയും ഷാഹിദിന്റെയും മുഹമ്മദ് ഷാഹിദിന്റെയും കല്യാണം. ശരിയാ. ഇല്ലാത്ത കല്യാണം ക്ഷണിച്ചില്ലേ? മോശമായി പോയി. യൂട്യൂബ് നിർത്തി വീട്ടിൽ പോവുക. സമാധാനം. ഉമ്മീന്റെ മൊബൈല് തുറന്നു നോക്കിയ നിന്റെ ചാനലിൽ ഇതും ഫ്രണ്ടിൽ തന്നെ കിടക്കും. ഇത്തിന്നോളിയടാ. ആയിത്തി 6ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് ഇച്ചിരി അടിക്കുക ഇത്തിന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത എന്ത് ചെയ്യണം? ഞാൻ കോഴിനെ കൊല്ലട്ടെ. ആ കാണുന്ന കോഴി. കോഴിയല്ല, അത് ഷീപ്പാ. പശു പാല് കാണാ പശു. ഓക്കെ, ഇനി ഞാൻ ബിൽഡ് ചെയ്യുന്ന റീപ്ലേ കാണും. ഇവന്മാരുടെ സൗണ്ട് കേൾക്കും. ഇവന്മാരുടെ സൗണ്ട് കേട്ടോണ്ട് കളിയാക്കൽ കൊണ്ടുകൊണ്ട് ബിൽഡ് ചെയ്യാം. നിങ്ങൾ പാട്ട് കേട്ടോണ്ട് ബിൽഡ് കാണും. നിങ്ങൾക്ക് കല്യാണ പാട്ട് വേണമെങ്കിൽ 1 അമർത്തുക. നമ്മുടെ ഇർഫാൻ കുട്ടൻ്റെ പാട്ട് കേൾക്കണേ 2 അമർത്തുക. എൻ്റെ പാട്ട് കേൾക്കണേ 3 അമർത്തുക.
ആരുടെയും പാട്ട് കേൾക്കണേ ഒന്നും അമർത്തണ്ട, നേരെ ഒരു നല്ല പാട്ട്. ഓക്കെ, നമുക്കിനി കുറേ കാര്യങ്ങളോട് ചെയ്യാനുണ്ട്. ചെയ്തത് ശരിയാണോ? ആ ശരിയാ. ഇവിടെ ബേബി വില്ലേജർ വീഴും. എന്നിട്ട് ഇതിൻ്റെ മണ്ടക്കൂടെ നമ്മൾ നോക്കൂ വില്ലേജ് എത്ര ആയത്. കുഴിക്ക്. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വില്ലേജ് ഇവിടെ നിൽക്കും. ഓക്കെ, സെറ്റ്. ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് തൽക്കാലം ഞാനൊരു സൈൻ ബോർഡ് ഉണ്ടാക്കാം. ഓക്കെ, ഇനി നമുക്ക് മണ്ടക്ക് കയറണം. ഓക്കെ, സൈൻ ബോർഡ്. എന്നിട്ട് ഈ സൈൻ ബോർഡ് ഇവിടെ വെക്കണം. ഇങ്ങനെ കയറാം. നീ വീണ്ടും കുറച്ച് വെള്ളം അവിടെ നിന്ന് എടുക്കണം. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ മണ്ടക്ക് സ്പൈഡർമാനെ പോലെ ചാടണം. എന്നിട്ട് ഇവിടെ വെള്ളം ഒഴിക്കണം ഈ മൂലക്ക് വരാൻ വേണ്ടി. എന്നിട്ട് ഇവിടുന്ന് വീണ്ടും ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കണം. ഇവിടുന്ന് വീണ്ടും ഹൾക്കിനെ പോലെ ചാടണം. എന്നിട്ട് ഇതിൻ്റെ അടി വരണം. ഇവിടെ വെള്ളം ഒഴിക്കണം. ഇങ്ങോട്ട് വരണം. എന്നിട്ട് ഇവിടെ വെള്ളം ഒഴിക്കണം. അതായത് ഇനി അതിൽ വില്ലേജർ ഇവിടെ വീഴും. അപ്പം ഇതിലും വഴി ഇങ്ങനെ പോവും. ഇവിടെ ഇത്തിരി കൂടെ വെള്ളപ്പൊക്കം വന്നുകൊണ്ട് ഇങ്ങനെ ആരെയിൽ കയറും. അപ്പം ഇവിടെ വരും. ഈ ബ്ലോക്കിൻ്റെ ഇവിടെ വില്ലേജേഴ്സ് എല്ലാം നിൽക്കും. ഓക്കെ, സെറ്റ്. ഇപ്പുറത്ത് വരണം. ഇവിടെ നോക്കി ഇതിങ്ങനെ അടയ്ക്കണം. എന്നിട്ട് ഇങ്ങനെ മണ്ടക്കൂടെ എങ്ങനെയൊക്കെയോ പോകാൻ നോക്കണം. ക്യാരറ്റ് ഒരു 4-5 എണ്ണം എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ. എനിക്കൊരു കൃഷി സ്ഥലം നട്ട് അവിടെ പിടിപ്പിക്കണം. ഇനി വില്ലേജിൽ കൊണ്ടുവരണം. അപ്പം അതിന് നമുക്ക് വേണം ബോട്ട്. കുറച്ച് ലൂട്ടൊക്കെ ഇവിടെ വെച്ച് നമ്മുടെ ബേസിൽ കൊണ്ട് വെച്ചിട്ട് 2 ബോട്ടും ഉണ്ടാക്കി പോയി വില്ലേജിനെ പിടിക്കാം. ജസ്റ്റ് 3 വാട്ടർ ബക്കറ്റ്. അപ്പം ഞാൻ ഇയാളെ വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കിയ ആ വില്ലേജ് അവിടെ പോയി ഈ ജോലി എടുത്താ കളവാടി. ഇവൻ്റെ മുന്നിൽ ഈ ജോലി വെക്കാം. അപ്പോൾ ഇവർ ഇതെടുക്കുമോ? ആ വന്ന് ഈ ജോലി എവിടെ പോടാ. ഇവിടെ വാ നമ്മൾ വീണ്ടും പൊട്ടിച്ചിട്ടു കൈ ഇത് വെക്കുക. എന്നിട്ട് വാടാ ബോട്ടിരിക്കടാ. പക്ഷെ ഇവരെടുത്തവരാടാ ബോട്ടിൻ്റെ മണ്ടൊക്കെ ഇരിക്കുന്നത്. കോയിലെഴുത്. എനിക്ക് പോകേണ്ടത് എൻ്റെ ഊഹം വെച്ചിട്ട് അവിടെയാണ്. അപ്പം നമ്മൾ നിൽക്കുന്ന 2 ബ്ലോക്ക് ഹൈറ്റിലാണ്. അപ്പോൾ നമ്മൾ പോകേണ്ടത് ഷോർട്ട് കട്ട് എടുത്താണ്. അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി എവിടെ പോകാമെന്നറിയാവോ? പറയാൻ പറ്റുമോ? ഞങ്ങൾ പോകുമാണോ മരിക്കാൻ. ചുമ്മാ അതേ സീരിയസ് ആക്കി എടുത്ത് മൈൻക്രാഫ്റ്റ്. ഇനി ഇവനെ ഈ കേവിൽ നിന്ന് ഇറക്കണം. അപ്പം എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. എങ്ങനെ ഈ ബോക്സ് ഞാൻ എടുത്ത് മണ്ടക്ക് വെക്കും. അപ്പോൾ ഈ ബോക്സ് ലിങ്കാക്കാൻ വരും. എവിടെയാണ് ആ സംഭവം? അപ്പോൾ ഇവിടെ വെക്കാം. ഇവിടെ വെച്ച് കാണുമോ അറിയൂല. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചേക്കാം. കള്ളപ്പൊട്ടൻ അതിലും വഴി പോയാൽ മതിയായിരുന്നു.
ഗൈസ് എനിക്കിന്ന് ഭയങ്കര ലക്കെന്നാണ് മൈൻക്രാഫ്റ്റ് പറയുന്നത്. എടാ ബോട്ട് എവിടെടാ? കള്ളപ്പട്ടി ബോട്ട് കയറാ അതിൻ്റെ അകത്ത്. നിൻ്റെ സ്ഥലം അതാ, നിൻ്റെ യോഗ്യത അതാ. ആ ഗൈസ് ബോട്ട് അവിടെ എവിടെയാണോ ഉണ്ട്. ആ കിട്ടി. കള്ളപ്പട്ടി ഓടാതിരിക്കാൻ വേണ്ടി പറയാൻ പറ്റിയില്ല, അങ്ങനെ ബോട്ടോട്ട് ചെയ്യണം ഓടിയാല. അള്ളാഹു ആ ക്യാറ്റ് വലുതായില്ലായിരുന്നു, ഞാൻ അടുത്ത് അടി പൊട്ടിച്ച്. യാ അല്ല പിന്നെ ഞാനാണ് ബുദ്ധിമാൻ MC. നിങ്ങൾ 2 കപ്പിൾസ് ആവാൻ പോവാണ്, അതും കണ്ടോണ്ട് ഞാൻ നിൽക്കണം. കരച്ചിൽ വരുന്നു, കുട്ടികൾ വളർന്നു പോയി. അപ്പോൾ ഗൈസ് ഇവന്മാർ നമ്മൾ ഇങ്ങനെ കല്ലിങ്ങനെ ഇങ്ങനെ വെച്ച് കവർ ചെയ്യുന്നു, എല്ലായിടത്തും നോക്കുന്നു. എന്നിട്ട് ഉണ്ടല്ലോ അല്ലേ, ആ ഈ കൈ പിടിക്കുന്നു, എന്നിട്ട് താഴേക്ക് ചാടുന്നു. എടുക്കുന്നു, ശരിയാക്കുന്നു. ആക്സ് എടുക്കുന്നു, പൊട്ടിക്കുന്നു. ഇവന് ജോലി എടുക്കുന്നു. F നക്കുന്നു, പ്ലേസ് ചെയ്യുന്നു. ബ്രെഡ് എടുക്കുന്നു, ബ്രെഡ് അവിടെ, ആ അത് F നക്കുന്നു. ബ്രെഡ് കൈ പിടിക്കുന്നു. ഞാൻ ഉറക്കാൻ പോകുന്നു. ഉറങ്ങി, രാവിലെ മഴ പെയ്യുന്നു. അല്ലാഹുവേ ഞാൻ എന്തൊക്കെയോ എടുക്കുന്നത് അതിൻ്റെ അകത്ത്. ഞാനിവിടെ ടോർച്ച് വെച്ച് പ്രകാശമാക്കുന്നു. വല്ല സോംബി എല്ലാം സ്പോണാവാതിരിക്കാൻ. വല്ല സ്പോണായി കഴിഞ്ഞ് ഇതിൻ്റെ അകത്തോട്ട് വല്ലതും വന്നു കഴിഞ്ഞാൽ അത് മതി. പ്രത്യേകിച്ച് ഈ സോംബി ചിക്കൻ ജോക്കി അതൊക്കെ പറന്ന് കയറും. അപ്പം ഇതിൻ്റെ അകത്ത് ഒരു 10 ഓർച്ച് കുത്തിക്കയറ്റുന്നു. അടുത്ത് ഒരു ടോർച്ചാക്കുന്നു, വെട്ടം നിറച്ച് വെക്കുന്നു സോംബീസ് ഒന്നും വരാതിരിക്കാൻ. ക്രാഫ്റ്റ് ടേബിൾ, 2 ചെസ്റ്റ്, ലാഹോയെ ബെഡ് എടുത്ത് ഇവിടെ വെച്ച് റീസ്മോ സെറ്റ് ചെയ്ത്. എൻ്റെ കാര്യം കഴിഞ്ഞ്. അങ്ങനെ ഫസ്റ്റ് എപ്പിസോഡ്. സോ ഗൈസ് അങ്ങനെ നമ്മുടെ കാര്യമെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബ്രീഡർ ഫാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് സൂം ചെയ്ത് വേണേൽ കാണാം അവിടെ എന്തോ നടക്കുന്നതെന്ന്. അവിടുത്തെ വില്ലേജർ ചത്തുപോയ. അയ്യോ പൂടെ ഒരു കട. അവിടുത്തെ വില്ലേജറിന് ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോഴേ നമ്മുടെ ഫാമും കാര്യങ്ങളും കാണാൻ കഴിയുന്നുണ്ട്. ബട്ട് വില്ലേജിൽ കാണാൻ കഴിയില്ല, കാര്യം അവിടെ ചെന്നാൽ ആ വില്ലേജ് ലോഡാവും. ഓക്കെ, അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മളങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ബ്രീഡർ ഫാം. ഇനി മൂന്നാമത്തെ എപ്പിസോഡ് അയഫാം നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവിടെ മെയിനായിട്ട് ഉണ്ടാക്കാം. അതാകുമ്പോൾ വീട് ഇവിടെ, അവിടെ അയഫാം എപ്പോഴും വർക്ക് ആയിക്കൊണ്ടിരിക്കും. ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഫോർ മൈ ചാനൽ. അപ്പം നിങ്ങൾ പോയിട്ട് നീ അടുത്ത വർഷം നാളെ വാ പോടാ എൻ്റെ ഇവിടെ ഇത്.